ഹായ് ഒരുപടി, ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ നാട്ടിൽ ക്രിമിനൽ കേസിൽ പ്രതിയായി തീർന്നാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഈ കേസിൻ്റെ വേളയിൽ എക്സ്പയറി ആയി തീർന്നാൽ ഇത് പുതുക്കി തരാൻ കഴിയില്ല, നാട്ടിൽ ക്രിമിനൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് പാസ്പോർട്ട് ഓഫീസർ റിജക്റ്റ് ചെയ്യുന്ന പതിവുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, പാസ്പോർട്ട് പുതുക്കി നൽകുന്നതിന് ഏത് കോടതിയിലാണോ കേസ് നിലനിൽക്കുന്നത് ആ കോടതിക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഓർഡർ കിട്ടുന്നതിന് ഒരു ഹർജി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുക. ഈ ഹർജിയിൽ ഗവൺമെന്റ് ഭാഗം വക്കീലിന്റെ വാദങ്ങൾ കൂടി കേട്ട ശേഷം ബഹുമാനപ്പെട്ട കോടതി 2 years or 3 yearsലേക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിന് കോടതിക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഓർഡർ തരാറുണ്ട്. ഈ ഓർഡറുമായി നിങ്ങൾ വീണ്ടും പാസ്പോർട്ട് ഓഫീസറെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ 3 വർഷത്തേക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിന് തടസ്സം ഉന്നയിക്കുകയില്ല. അതിനാൽ ഇപ്രകാരം ഒരു ഉത്തരവ് സംഘടിപ്പിച്ച ശേഷം മാത്രം നിങ്ങൾ പാസ്പോർട്ട് ഓഫീസറെ സമീപിക്കുക. അപ്പോൾ പാസ്പോർട്ട് പുതുക്കി കിട്ടുന്നതിന് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയില്ല. അതിന് ഇപ്രകാരം തന്നെ നിങ്ങൾ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ഹർജി സമർപ്പിച്ച ഉത്തരവ് സഹിതം പാസ്പോർട്ട് ഓഫീസറെ സമീപിക്കാൻ മറക്കേണ്ട. താങ്ക്